എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പറന്നുയരാൻ സമയമായി. ഇന്നലത്തെ എല്ലാ വിഷമതകളും നമുക്ക് മാറ്റിവെച്ച് പുതിയ ലക്ഷ്യങ്ങൾ തേടി യാത്ര തുടരാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇന്ന് നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബീഫ് ഇറച്ചിയേക്കാൾ രുചിയായി നമുക്ക് ഒട്ടകത്തിൻ്റെ ഇറച്ചി ഒന്ന് കഴിച്ചു നോക്കിയാലോ. അതിനായിട്ട് ഞാൻ 1 കിലോ ഒട്ടകയിറച്ചി എടുത്തിരിക്കുന്നത്. ഇതാദ്യം നാരങ്ങ നീരിനകത്തും ഉപ്പിനകത്തും നമുക്കൊന്ന് കഴുകിയെടുക്കാം. അത് കഴിഞ്ഞ ശേഷം കുറച്ച് വെള്ളത്തിലൂടെ കഴുകിയെടുക്കണം. എന്നിട്ട് ചെറു ചൂടുവെള്ളത്തിൽ ഈ ഇറച്ചി ഒരു 5 മിനിറ്റ് നേരം ഇട്ട് വെച്ച ശേഷം വീണ്ടും ഒന്നുകൂടെ കഴുകിയെടുക്കാം. അങ്ങനെ എന്നിട്ട് വെള്ളം മാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനിയും ഇതിനുള്ള ഒരു അരപ്പ് നമുക്ക് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഉരുളിയിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ എരിക്കനുസരിച്ച് മുളക് പൊടി എടുക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, അതായത് പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചെടുത്തതാണ്. വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്കിനിയും ചേർത്ത് കൊടുക്കേണ്ടത് 1 നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല നീരുള്ള നാരങ്ങയാണെങ്കിൽ പകുതി നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഈ അരപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇറച്ചി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈവച്ച് തന്നെ ഇങ്ങനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണേ. ഇനിയും ഒരു അരമണിക്കൂർ നേരം നമുക്കിതിനെ ഈ ഒരു പാത്രത്തിൽ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കാം. അത് കഴിഞ്ഞ ശേഷം വേണം തീ ഓണാക്കി നമുക്കിതിനെ തയ്യാറാക്കിയെടുക്കാൻ. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അടുപ്പത്തേക്ക് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഇതിനെ ആദ്യം ഒന്ന് ഈ ഒരു പാത്രത്തിൽ തന്നെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കളർ മാറി വരുന്ന ഇറച്ചിയുടെ കളർ മാറി വരുന്ന നമുക്കറിയാൻ പറ്റും. കണ്ടോ, ഇപ്പം ഇറച്ചിയിൽ നിന്നുള്ള ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിനെ പ്രഷർ കുക്കറിലേക്ക് മാറ്റാവുന്നതാണ്. വേവിക്കാനായിട്ട് വെക്കാം. ഒട്ടകത്തിൻ്റെ ഇറച്ചി ബീഫിൻ്റെ ഇറച്ചിയേക്കാളും കൂടുതൽ വേവുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു 8 വിസിലോളം ഞാൻ അടുപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് അത് വെന്ത് കിട്ടിയത്. അപ്പം വേവ് നോക്കി മാത്രം എടുക്കുക. അത് കഴിഞ്ഞ് അടുപ്പത്തേക്ക് വേറൊരു ഉരുളി വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം മുഴുവനായിട്ടുള്ളതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 8 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു മീഡിയം സൈസായിട്ടുള്ള ഇഞ്ചി അരിഞ്ഞത്, 2-3 പച്ചമുളക്, കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 സവാള നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വലിയ സവാളയാണെങ്കിൽ 2 എണ്ണം മതിയായിരിക്കും. ചെറിയ സവാളയാണെങ്കിൽ 3 എണ്ണം ചേർത്ത് കൊടുക്കുക. നല്ല നൈസായിട്ട് അരിഞ്ഞത് തന്നെ ചേർത്ത് കൊടുക്കണേ, തിന്നായിട്ട് അരിഞ്ഞ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അതിനോടൊപ്പം തന്നെ ഞാൻ 9 കാശ്മീരി ചില്ലി, 9-10 കാശ്മീരി ചില്ലി ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച് അല്ലെങ്കിൽ വെള്ളത്തിലൊന്ന് തിളപ്പിച്ച ശേഷം ആറിച്ച് അതിനെ അരച്ചെടുത്തതാണ് ഈ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്നുകിൽ ചൂടുവെള്ളത്തിൽ നമുക്ക് കാശ്മീരി ചില്ലി ഇട്ട് ഒരു അരമണിക്കൂർ നേരം വയ്ക്കാം. അല്ലെങ്കിൽ അടുപ്പത്തേക്ക് കുറച്ച് വെള്ളം വെച്ച് അതിൽ ഈ മുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായി തിളപ്പിച്ച് ഓഫ് ചെയ്ത ശേഷം ആറിച്ച് നമുക്ക് അരച്ചെടുക്കാം. 2 മെത്തേഡിൽ ഏത് വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് നല്ലതായിട്ട് വഴറ്റി എണ്ണ തെളിഞ്ഞ് വന്ന ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളിയും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇറച്ചിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നോക്കി മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ അത് ചേർക്കണമെന്നില്ല.
ഇനി നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഇപ്പം വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഈ രീതിയിൽ ഒട്ടകത്തിൻ്റെ ഇറച്ചി ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. ശരിക്കും പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇറച്ചി തന്നെയായിരുന്നു. ഞാൻ അങ്ങനെ ഒട്ടകയിറച്ചി കഴിച്ചിട്ടില്ല. വല്ലപ്പോഴുമൊക്കെ കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത്. പക്ഷേ എനിക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ തോന്നി കേട്ടോ. ഇത്രയും വെന്ത് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഒരു അര തക്കാളിയുടെ പകുതി ഭാഗം കൂടെ ഞാൻ കഷ്ണങ്ങളായിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്തെ ആ സീഡൊക്കെ കളഞ്ഞ ശേഷമാണ് ഞാൻ മുറിച്ചിട്ടിരിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 1-2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ആദ്യം നമുക്ക് വഴറ്റിയെടുക്കണ്ട, ഇത്രയും മാത്രം മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പെരുംജീരകത്തിൻ്റെ പൊടി, ഒരു 2 നുള്ളു പെരുംജീരകത്തിൻ്റെ പൊടി അവസാനം ഒന്നുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലതായി നമുക്ക് ഒന്നുകൂടെ യോജിപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഒട്ടും വഴറ്റെടുത്ത്, കാരണം തക്കാളിയൊക്കെ അതുപോലെ തന്നെ കിടക്കണം. അതിനുവേണ്ടി ഞാൻ 2ാമത് തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുത്തത്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇറച്ചിക്കറി തയ്യാറായിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. ബീഫ് ആയാലും ഇങ്ങനെ തന്നെ തയ്യാറാക്കി നോക്കാം കേട്ടോ. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.